ഞാൻ ഈ വിട്ട ഉദ്ധരണി ഒന്ന് മുത്താലഅ ചെയ്യുക, പരിശോധിക്കുക. കേസരികളായ പ്രഗത്ഭരായ പണ്ഡിതന്മാർ കർമ്മപരമായ ഒരു കാര്യം ചർച്ച ചെയ്യേണ്ടത് കർമ്മപരമായ കിതാബുകളിൽ നിന്നാണ്. ആ തെളിവ് അവർ ഉദ്ധരിക്കുന്നത് ഹദീസ് മുഖേനയുമാണ്. മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല അൻഹുവിനെ പോലത്തെ വലിയ മഹത്തുക്കൾ പെരുന്നാളും ജുമഅയും ഒരുമിച്ച് വന്നാൽ പെരുന്നാളും നിസ്കരിക്കണം, ജുമഅയും നിർവഹിക്കണം എന്നതിനിക്ക് ധാരാളം തെളിവുകൾ ഉദ്ധരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ രണ്ട് ഈദ് ഒരുമിച്ച് വന്നാൽ ജുമഅ നിസ്കാരത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സബ്ബിഹിസ്മയും രണ്ടാമത്തതിൽ അൽ-അതാക എന്ന സൂറത്തും ഓതി നിസ്കരിക്കുമായിരുന്നു എന്ന് വ്യക്തമായ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മഹത്തുക്കളായ ഇമാമിയങ്ങൾ രേഖപ്പെടുത്തുന്നു. ജുമഅയും പെരുന്നാളും ഒരുമിച്ച് വന്നാൽ ആ നാട്ടിലുള്ള അഥവാ ജുമഅ നിർബന്ധമായ ആ നാട്ടിലുള്ളവർ ജുമഅയും നിസ്കരിക്കണം, പെരുന്നാളും നിസ്കരിക്കണമെന്ന് വ്യക്തമായി അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇവിടെ മുസ്ലിയാർ ആദ്യം ചോദിച്ച ഒരു ചോദ്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാളും വെള്ളിയാഴ്ചയും ഒന്നിച്ച് വന്നാൽ പെരുന്നാൾ നമസ്കാരത്തിൽ ഹാജരായവർക്ക് ഇളവ് നൽകി എന്ന ആ ഹദീസിന്റെ വാചകം നാം ഉദ്ധരിച്ചു. സുമ്മ റഖസ ഫിൽ ജുമുഅ. മുസ്ലിയുടെ ചോദ്യം എന്തായിരുന്നു? ആർക്കൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജുമുഅയുടെ കാര്യത്തിൽ ഇളവ് നൽകിയത് എന്ന ചോദ്യം വന്നപ്പോൾ ആധികാരികമായ മറുപടിയാണ് ഈ ഉള്ളവൻ പറഞ്ഞത്. മഹാനായ ഇബ്നു ഖുദാമയുടെ കിതാബുൽ മുഗ്നി ഉദ്ധരിച്ചു, മറ്റു കിതാബുകൾ ഉദ്ധരിച്ചു, കിതാബുൽ കാഫി ഉദ്ധരിച്ചു, ഇബ്നുൽ ജൗസിയുടെ കിതാബ് ഉദ്ധരിച്ചു. അവിടെയൊക്കെ പറഞ്ഞത് എന്താണ്? പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കുമായി ഇളവുണ്ട്, ഇല്ലൽ ഇമാം, ഇമാമിനൊഴികെ. അപ്പോൾ ഇമാമല്ലാത്ത പെരുന്നാൾ നമസ്കാരത്തിൽ ഹാജരായവർക്കൊക്കെ ജുമുഅ നമസ്കാരത്തിൽ പങ്കെടുക്കൽ നിർബന്ധമല്ല. സഖത ഹുദൂറുൽ ജുമുഅത്തി അമ്മൻ സല്ലൽ ഈദ. അപ്പോൾ ഈ ഒരു ഉമൂമാണ് പല പണ്ഡിതന്മാരും ഇബ്നു ഖുദാമ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ മനസ്സിലാക്കിയെന്ന് മാത്രമല്ല, മഹാനവറുകൾ പറഞ്ഞു വമിമ്മൻ ഖാല ബിസുഖൂതിഹാ അശ്ശഅബി വന്നഖഈ വൽഔസാഇ. അതായത് പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തവർക്കൊക്കെ ജുമുഅയുടെ ആ വുജൂബ് സുഖൂത്തായി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മുസ്ലിയോട് ചോദിക്കട്ടെ, ഇമാം ശഅബി, നഖഈ, ഔസാഇ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ പോലെയുള്ള അഇമ്മത്തുകളുടെ മദ്ഹബ് പ്രകാരം, നിലപാട് പ്രകാരം ഒരു പ്രത്യേക വിഭാഗക്കാർക്ക് മാത്രമാണോ ഈ ഇളവ്? അതല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മറ്റു ഹദീസുകളുമുണ്ട്. അതായത് സ്ഥിരപ്പെട്ട ഈ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഉമൂമാണോ മനസ്സിലാക്കിയത്, അതല്ല ചില വിഭാഗക്കാർക്ക് മാത്രമാണ് അത് ബാധകമെന്നാണ് മനസ്സിലാക്കിയത്? തീർച്ചയായും അതിനുള്ള മറുപടി ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തിയതുപോലെ തന്നെ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുത്തവർക്കൊക്കെ അത് ബാധകമാകുന്നു, ഈ ഇളവുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ജുമുഅയിൽ പങ്കെടുക്കൽ നിർബന്ധമല്ല. ഇനി ജുമുഅയിൽ പങ്കെടുത്താലോ അത് ഖൈറാണ്, ഫദീലത്താണ് എന്നും പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ മുസ്ലിയാർ പറയുന്നതാണ്, ചില ഇബാറത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട്. ഇവിടെ നമ്മുടെ ബഹുമാനപ്പെട്ട ഫൈസി ഉസ്താദ് ചോദിച്ചതുപോലെ എവിടെയാണ് പ്രമാണം? നിങ്ങൾ ചില ഇബാറത്തുകൾ ഉദ്ധരിച്ചത് കൊണ്ട് മാത്രം പ്രമാണമാകുന്നില്ല മുസ്ലിയാരെ. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സഹീഹായ ഹദീസ് നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് പറഞ്ഞാൽ, വിദൂരത്തുള്ള ജുമുഅയിൽ നിന്ന് എത്തിപ്പെടാൻ പറ്റാത്ത ആൾക്കാർക്കാണ് ഈ ഇളവുള്ളത് എന്ന് സഹീഹായ ഹദീസുണ്ടോ? എന്നാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഒരു അസറിനെ സംബന്ധിച്ച് വ്യത്യസ്ത ഇഹ്തിമാലുകൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഇമാം മാലിക് പോലെയുള്ള പണ്ഡിതന്മാർ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇജ്തിഹാദാണ്, വ്യക്തിപരമായ അഭിപ്രായമാണ്, ആ ഒരു അഭിപ്രായം മുൻഗാമികളായ മറ്റു സഹാബികളോ സലഫുകളോ ആരും പറഞ്ഞിട്ടില്ല
എന്ന് ഇമാം മാലിക് പറയുന്നുണ്ട്. മറ്റു പണ്ഡിതന്മാർ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഒരു അസർ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? അതായത് എല്ലാവർക്കും ഇളവുണ്ട്, പക്ഷെ പ്രത്യേകം അഹ്ലുൽ അവാലിയെ എടുത്തു പറയാനുള്ള കാരണം, അതായത് മദീനയിൽ നിന്ന് വിദൂരത്തുള്ള ഗ്രാമീണരായ ഗ്രാമവാസികളായ അഹ്ലുൽ അവാലിക്ക് ഇളവ് കൊടുക്കാനുള്ള കാരണം അവർ അല്പം വിദൂരത്താണല്ലോ. അപ്പോൾ അവർ ഏതായാലും പ്രയാസപ്പെട്ട് വരേണ്ട എന്ന രീതിയിലാണ്. അതല്ലാതെ മറ്റുള്ളവർക്ക് ഇളവില്ലാത്തത് കൊണ്ടല്ല, മറ്റുള്ളവർക്കും ഇളവുണ്ട് എന്ന രൂപത്തിലും പല പണ്ഡിതന്മാരും വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഒരു അസർ സഹീഹായ ഹദീസുകൾക്ക് ഒന്നും തടസ്സമാകുന്നില്ല. സഹീഹായ ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ മഹത്തുക്കളായ പല പണ്ഡിതന്മാരും ഈ ഒരു വീക്ഷണം പറഞ്ഞിട്ടുള്ളത്. അതാകുന്നു നമ്മുടെ നിലപാട്. തീർച്ചയായിട്ടും ഹദീസ് സഹീഹായാൽ അയിമത്തുകളൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇദാ സഹൽ ഹദീസു ഫഹുവ മദ്ഹബി. അപ്പോൾ ഇജ്തമഅ ഫി യൗമിക്കും ഹാദാ ഈദാനി, ഇന്നിതാ രണ്ട് പെരുന്നാൾ ഒന്നിരിച്ചിരിക്കുന്നു. ഫമൻ ശാഅ അജ്സഅഹു മിനൽ ജുമുഅത്തി വഇന്നാ മുജമ്മിഊൻ. അപ്പോൾ പെരുന്നാൾ നമസ്കാരത്തിൽ നമസ്കരിച്ചത് കൊണ്ട് തന്നെ ജുമുഅയിൽ നിന്ന് മതിയാകുന്നു, നാം ജുമുഅ നടത്തുന്നു. അപ്പോൾ ഇമാമിനെ സംബന്ധിച്ചിടത്തോളം ജുമുഅ ഒഴിവാക്കേണ്ടതില്ല, ജുമുഅ നടത്തണം. എന്നാൽ ഇമാം അല്ലാത്ത മഅ്മൂമീങ്ങൾ, അവിടെ നമസ്കാരത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഈ ഒരു ഇളവ് ബാധകമാണ്. ആ ഒരു ഉമൂമാണ് മഹത്തുക്കളായ പല പണ്ഡിതന്മാരും മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കൈവശം ഒരു പ്രമാണമുണ്ടെങ്കിൽ നിങ്ങൾ ഉദ്ധരിക്കുക എന്നല്ലാതെ വെറുതെ നിങ്ങൾ കേവലം ഇബാറത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങളൊരു പ്രമാണമായി സ്വീകരിക്കുന്നത് അത് അബദ്ധമാണ് എന്നാണ് ഇവിടെ സാന്ദർഭികമായി പറയാനുള്ളത്.